കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കാൻ പോകുന്നു. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിന്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതേസമയം ലോറി പുഴയിലേക്ക് പതിച്ചു എന്ന സംശയം അതിന്റെ അടിസ്ഥാനത്തിൽ NDRFും നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവലി പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരും. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, അരുൺ പാറയ്ക്കൽ, ഒപ്പം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി വിവരങ്ങളുമായി ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണാടിക്കലിൽ നിന്ന്, കോഴിക്കോട് കണ്ണാടിക്കലിൽ നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ പൂപ്പറമ്പയിലേക്കല്ല, അരുൺ പാറയ്ക്കലിലേക്കാണ് ആദ്യം പോകുന്നത്. അരുൺ പാറയ്ക്കൽ, ഇന്ന് തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്നത്തെ തെരച്ചിലിനായി ഉപയോഗപ്പെടുത്താൻ പോകുന്നു. ഇപ്പോഴും ആ ദൗത്യം ദുഷ്കരമായി തന്നെ തുടരുന്നുണ്ട്. 7-ാം ദിവസത്തിലെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും അരുൺ? റിജിത്ത്, അവിടെ ഇപ്പോൾ നിലവിലുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ആ മണ്ണിന് മുകളിൽ വലിയ വലിയ പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ച് നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കും. ഈ മണ്ണ് ഇന്ന് ഒരു ദിവസം കൊണ്ടായത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്നതുപോലും സംശയമാണ്. എന്തായാലും കൃത്യമായ കാര്യക്ഷമമായ പ്രവർത്തനം ദ്രുതഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയോടുകൂടി ഇന്ത്യൻ ആർമി സ്ഥലത്ത് എത്തിയത് മുതൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ആളുകൾ അതിലുണ്ട്. പല ആളുകളും ഇതിലും ഭീകരമായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ആളുകളാണ്. മാത്രമല്ല, അവരോടൊപ്പം തന്നെ ഈ ദുരന്ത സമയത്ത് ആ സ്ഥലങ്ങളിലൊക്കെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി അതിനെ അതിജീവിച്ച ആളുകളൊക്കെ തന്നെ, രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇന്ത്യൻ ആർമിക്ക് സഹായവുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, മലയാളികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മനുഷ്യജീവനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്, അതായത് ഈ NDRFിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെയും ഒക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത്, അതായത് ഷിരൂരിൽ ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് ഒരു കർവുണ്ട്. ആ കർവ് എന്ന് പറയുന്നത് ഒരു സമാന്തര റോഡ് ആ കർവിലൂടെ പോകുന്നുണ്ട്. ചെറിയ റോഡാണ്. അതായത് ഈ കർണാൽ മംഗലാപുരം ദേശീയപാതയ്ക്ക് ഓരത്തായി, ആ 4 വരി പാതയ്ക്ക് ഓരത്തായി ഈ റോഡ്, സമാന്തരമായ റോഡ് മലയ്ക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. ചെറിയ റോഡാണ്. ആ റോഡിലേക്ക് കയറ്റി ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം നോക്കണം. അവിടെ ഒരു അരുവിയുണ്ട്. അതായത് ഈ മലമുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്ന ഒരു അരുവിയുണ്ട്. അവിടെയാണ് ഈ ആളുകളൊക്കെ, ഈ ചരക്ക് ഗതാഗതം നടത്തുന്ന തൊഴിലാളികളൊക്കെ കുളിക്കാനും മറ്റുമായി, വാഹനം കഴുകുന്നതിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു അരുവിയാണ്. ചെറിയൊരു പൈപ്പൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഭാഗത്തേക്ക് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ GPS-ന്റെയും റഡാറിന്റെയും ഒക്കെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു തെരച്ചിൽ നടന്നിരുന്നത്. പക്ഷേ ഇതുവരെയും ആ വാഹനത്തിന്റെ കണ്ടന്റ് എവിടെയാണ് ഉള്ളത് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചാലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള മണ്ണാണ്, ചെളി നിറഞ്ഞ മണ്ണാണ്. മലമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുകൂലമായ കാലാവസ്ഥയുണ്ട്. രാവിലെയൊന്നും മഴയില്ല. ഇന്നലെ രാത്രിയിലും വലിയ തോതിലുള്ള ഒരു മഴ, അതായത് അർദ്ധരാത്രിയിലും വലിയ തോതിലുള്ള ഒരു മഴ ഈ പ്രദേശത്ത് പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി വരെ പെയ്ത മഴ, രാത്രി 9 മണിവരെ അതിശക്തമായ മഴ ഈ പ്രദേശത്ത് ഷിരൂരിൽ ഉണ്ടായിരുന്നു. ഈ ഗംഗാവലിപ്പുഴ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. കാരണം നേരം വെളുക്കുന്നേ ഉള്ളൂ. ഗംഗാവലിപ്പുഴ ഇപ്പോഴും അതിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അടിയൊഴുക്ക് വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. കർണാടക ഉൾവനത്തിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ പുഴ പല ഭാഗങ്ങളിലുമൊക്കെ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പുഴയിൽ എന്തെങ്കിലും രീതിയിൽ ഈ വാഹനം പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. നാവികസേനയുടെയും NDRFിന്റെയും ഇന്ത്യൻ ആർമിയുടെയൊക്കെ പ്രത്യേക സംഘങ്ങൾ ഈ പുഴയിലിറങ്ങി ഇന്ന് തെരച്ചിൽ നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NDRFും നാവികസേനയും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഈ മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ്
അത് വലിയ തോതിൽ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് ഏകദേശം പുഴയുടെ പകുതിയോളം നടുഭാഗത്തോളം, നല്ല വീതിയുള്ള പുഴയാണ്, നടുഭാഗത്തോളം കവർ ചെയ്ത നിലയിലാണ് ഇപ്പോൾ ഈ മണ്ണ് ഉള്ളത്. ഈ മണ്ണിനടിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ, ഇപ്പോൾ ഈ ഭാരത് ബെൻസ് എന്തെന്ന് കർണാടക സർക്കാർ സംശയിക്കുന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. പക്ഷേ ഭാരത് ബെൻസ് മാത്രമല്ല, മറ്റേതെങ്കിലും വാഹനങ്ങൾ ആ മണ്ണിനോടൊപ്പം ഈ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ കണ്ടെത്തുക ശ്രമകരമായ ദൗത്യമാണ്. പുഴ മണ്ണുകൊണ്ട് തൂർന്ന നിലയിൽ, അതായത് മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ് പകുതിയോളം ഭാഗമുള്ളത്. അവിടെ ഈ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നാവികസേന അംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുവരെയും ഒരു വാഹനവും ഈ പുഴയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തകരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്, അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ആ കർവ് സ്ഥിതി ചെയ്തിരിക്കുന്ന ഭാഗത്ത്, അതായത് GPS ലൊക്കേഷൻ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. 5-10 മീറ്ററൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ലൊക്കേഷനും ഈ ഡ്രൈ സോയിലായാൽ മാത്രമേ നമുക്ക് കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇത് നനഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് ഇതിലൊരു കൃത്യത നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കർവിനുള്ളിലേക്ക് ഏതെങ്കിലും രീതിയിൽ, അതായത് ആ ഒരു ഭാഗം ഒരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ വാഹനം നിർത്തിയ പൊസിഷൻ അത് ഏതായിരിക്കും, അതിനനുസരിച്ചായിരിക്കും വാഹനം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വലിയ തോതിൽ മണ്ണുണ്ട്. ഏകദേശം പകുതിയോളം മണ്ണ് ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് മണ്ണ്, അതായത് ഇനി പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ച് അത് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ദിവസം മുൻപ് വരെ ഈ കർണാടക സർക്കാരും അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചെയ്തിരുന്നത് റോഡിലെ മണ്ണ് മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ റോഡിലെ മണ്ണ് മാത്രം മാറ്റിയാൽ പോരാ, ഈ മലയോട് ചേർത്ത് നിർത്തിയ ആ ഭാഗത്ത് വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അരുൺ പാറക്കൽ പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ എത്ര മണിയോടുകൂടി ആരംഭിക്കാമെന്നാണ് കരുതുന്നത്? അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, ഇന്നത്തെ തെരച്ചിൽ 6:30 തന്നെ ആരംഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ SDRFന്റെ ഒക്കെ സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ തെരച്ചിലിന്റെ ഒരു ഗതി അല്ലെങ്കിൽ തെരച്ചിലിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഈ റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന. ആദ്യഘട്ടത്തിൽ 3 സിഗ്നലുകൾ ലഭിച്ചു. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. എന്നാൽ നിലവിൽ ഈ ലോറിയുടേതെന്നും കരുതുന്ന എന്തെങ്കിലും ഒരു മെറ്റൽ കണ്ടന്റ് കണ്ടെത്താനായില്ല. അതിനുശേഷം ഈ GPS കേന്ദ്രീകരിച്ച് തന്നെയുള്ള സിഗ്നൽ കേന്ദ്രീകരിച്ച് ഈ മണ്ണ് നീക്കി തെരച്ചിൽ നടത്തി. എന്നിട്ടും ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലഭിച്ചിരുന്ന ഒരു നിർണായകമായിട്ടുള്ള സിഗ്നൽ, അതിൽ കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ ഒരു മെറ്റൽ കണ്ടന്റ് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ ആ പോയിന്റ് കേന്ദ്രീകരിച്ച്, അതായത് കൃത്യമായി ആ സിഗ്നൽ ലഭിച്ച ഇടത്ത് തന്നെയാണ് ഇന്നലെ പൂർണ്ണമായും മണ്ണ് നീക്കി ഈ തെരച്ചിൽ നടത്തിയത്. മണ്ണും ചെളിയും വലിയ കുന്നുപോലെ മൂടിയിരുന്നു. അത് പൂർണ്ണമായും തന്നെ ആ സിഗ്നൽ ലഭിച്ചെടുത്ത മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കി രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തി. എന്നാൽ അവിടെ നിന്ന് ലോറി കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും ഇതിൽ ആശങ്ക നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നിലവിൽ ഈ രക്ഷാദൗത്യ സംഘം 2 സാധ്യതകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിലൊന്ന് അതിൽ ഈ നിലവിലെ സിഗ്നൽ ലഭിച്ചിരുന്ന അല്ലെങ്കിൽ നിലവിൽ ഈ മണ്ണ് നീക്കിയിട്ടുള്ള ആ ഇടത്ത് നിന്നും നേരെ അപ്പുറത്തുള്ള ഒരു വശത്ത് ഈ വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണുകളും മൂടിയ ഒരു ഇടമുണ്ട്. അവിടെ കൂടി തെരച്ചിൽ നടത്തണം. അവിടെ കൂടി അതുകൂടി ക്ലിയർ ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തണം എന്നതാണ് ഈ രക്ഷാദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത്. എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും മണ്ണിനടിയിൽ ലോറിയില്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിലെ പരിശോധനയും വിഫലമാണ്. ആ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമായി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ട എന്നതാണ്
രക്ഷാദൗത്യ സംഘം നൽകുന്ന സൂചന. ഇതിൻ്റെ ഒരു ആ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകളുടെ ലഭിച്ച ഇടങ്ങളിൽ നിന്ന് തൊട്ടപ്പുറത്ത് വശത്തായി വലിയ കല്ലുകളും ഈ മണ്ണും മൂടി നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ വൈകിട്ട് കാണിച്ചതാണ്. അവിടെ ഈ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ അത് വളരെ ശ്രമകരമാണ്. കാരണം ഈ കല്ലുകൾ, വലിയ കല്ലുകളുണ്ട്. ഇതുൾപ്പെടെ ഇത് നമ്മൾ നിലവിൽ ഇപ്പോഴത്തെ സംവിധാനം ഉപയോഗിച്ച്, അതായത് ഹിറ്റാച്ചിയും JCB ഒക്കെ ഉപയോഗിച്ചാണ് ഈ ചളിയും മണ്ണും നീക്കം ചെയ്യുന്നത്. അതുപയോഗിച്ചുകൊണ്ട് ഈ വലിയ കല്ലുകൾ നീക്കം ചെയ്യാൻ സാധിക്കില്ല. അത് പൂർണ്ണമായും പൊട്ടിച്ചു വേണം അത് നീക്കം ചെയ്യാൻ എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഏരിയയിലായിരിക്കും ഇന്ന് സൈന്യത്തിൻ്റെ കുറച്ചുകൂടി വിസിബിലിറ്റിയുള്ള, അതായത് 15 മീറ്ററോളം ആഴത്തിൽ ഇത് പരിശോധിക്കാൻ, ഇതിൻ്റെ ഒരു സിഗ്നൽ പരിശോധിക്കാൻ സാധിക്കുന്ന, അതിന് സാന്നിധ്യം പരിശോധിക്കാൻ സാധിക്കുന്ന റഡാർ സംവിധാനം ഇന്ന് സൈന്യം ഈ രക്ഷാപ്രവർത്തക ഈ അപകട സ്ഥലത്ത് എത്തിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സംവിധാനം ഉപയോഗിച്ച് ആ വശത്തെ അതിൻ്റെ ഒരു പരിശോധന, റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തും. അതിനുശേഷമായിരിക്കും ഈ കല്ലും മണ്ണും നീക്കം ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ നമുക്ക് ഇതിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 3 ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ ലോറിയോട് ലഭിച്ചിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് റഡാറിൻ്റെ പരിശോധന നടത്തി. എന്നാൽ എന്തെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും റഡാറിൻ്റെ പരിശോധന കൂടുതൽ ഏരിയകളിലേക്ക്, അതായത് ഈ മണ്ണ് കൂനയായി നിൽക്കുന്ന കൂടുതൽ ഏരിയയിലേക്ക് റഡാറിൻ്റെ പരിശോധന നടത്തി. അതിൽ ചില സിഗ്നലുകൾ ലഭിച്ചു. ആ സിഗ്നലുകൾ ഉള്ള ഇടത്തും പൂർണ്ണമായും മണ്ണ് നീക്കിയിട്ടും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ റഡാറിൻ്റെ ഒക്കെ സിഗ്നലുകളിൽ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ കൃത്യമായ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വരാം എന്ന ഒരു സാധ്യത കൂടിയുണ്ട് എന്ന് ഈ ചില വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുമുണ്ട്. എന്നാൽ ഈ സൈന്യത്തിന്റെ റഡാർ കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ളതാണ്. കുറച്ചുകൂടി ആഴത്തിൽ ഇതിന്റെ ഈ സാന്നിധ്യം കണ്ടെത്താൻ. ശരി, അത് തന്നെയാണ്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കാൻ പോവുകയാണ്, തെരച്ചിലിനായി ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. 7ാം ദിവസത്തിലേക്ക് ആ ദൗത്യം കടക്കുകയാണ്. അർജുനെ കാണാതായിട്ട് 7 ദിവസം പിന്നിടുകയാണ്. തെരച്ചിൽ അവിടെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്, കണ്ണാടിക്കലിൽ നിന്ന്. കുടുംബം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവരുടെ ഏറ്റവും ഒടുവിലായുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സമീർ, അവിടെ ദൗത്യം പുരോഗമിക്കുന്നു. സൈന്യം ഇന്ന് കൂടുതൽ സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്താൻ പോകുന്നു. അപ്പോഴും ഒരു ശുഭവാർത്ത ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ആശങ്കയുമാണ്. കുടുംബം ഏറ്റവും ഒടുവിലായി പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അർജുൻ്റെ ബന്ധുക്കളൊക്കെ എവിടെയുണ്ട്? അവർ നൽകുന്ന വിവരം, കണ്ണാടിക്കൽ കാത്തിരിക്കുന്ന കുടുംബത്തിന് നൽകുന്ന വിവരം എങ്ങനെയാണ് സമീർ? റിജിത്ത്, അപകടം നടന്ന് 7 ദിനം പിന്നിടുന്നു. വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ ഇപ്പോഴും കുടുംബം കാത്തിരിക്കുകയാണ്. ആശ്വാസവാക്കുകളുമായി നിരവധി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. ആ വാക്കുകളൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട അർജുനെ ആരോഗ്യത്തോടു കൂടെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ പ്രാർത്ഥനയുമായാണ് ഈ നാടൊന്നാകെ കഴിയുന്നത്. നമ്മളെല്ലാവരും അതിനായി കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, തെരച്ചിൽ ഇന്നലെ രാത്രിയോടുകൂടെ അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് കടുത്ത അമർഷമുണ്ട്. ഒരു രക്ഷാപ്രവർത്തന പ്രവൃത്തിയാണ്, അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗം മാത്രമായി അതിനെ കാണരുത് എന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തന്നെ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല. പിന്നീട് കർണാടക സർക്കാർ ഉണർന്നത് കേരള സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത്തരം ഒരു പരാതി, അതുപോലെ തന്നെ പിന്നീട് കാര്യമായ രീതിയിലേക്കുള്ള സംവിധാനങ്ങളൊന്നും എത്തിയില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ സംസാരിക്കുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ഇന്നലെ സൈന്യം എത്തുകയും അതുപോലെ തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും തുടങ്ങിയിരുന്നു. ഈ വേളയിൽ ഒന്നും തന്നെ അർജുനുള്ള വാഹനമോ അർജുനെയോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയായിക്കൊണ്ട്, വലിയ ഒരു സങ്കടമായിക്കൊണ്ട് നിലനിൽക്കുകയാണ്. എന്തായാലും വലിയൊരു പ്രതീക്ഷ ഇപ്പോഴും കുടുംബത്തിന് ഉണ്ട്. അർജുൻ വളരെ നല്ല മനക്കരുത്തുള്ള വ്യക്തി തന്നെയാണ്, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ, അതായത് 19ാം വയസ്സ് മുതൽ വളയം പിടിച്ചു തുടങ്ങിയ അർജുന് വേണ്ടിക്കൊണ്ട് ഈ നാടൊന്നാകെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു. ശുഭവാർത്ത ഷിരൂരിൽ നിന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് തന്നെയാണ് അവർ എല്ലാവരും ഉള്ളത്. ഈ രാത്രി സമയത്ത് കൂടി ഈ രക്ഷാപ്രവർത്തനം തുടരണം, തെരച്ചിൽ തുടരണം എന്നുള്ള ഒരു ആവശ്യം
കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിരുന്നു. അതുപോലെ ഇന്നലെയും അക്കാര്യം ഉന്നയിച്ചു. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നതിൽ വലിയൊരു സങ്കടം ഈ കുടുംബത്തിനുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും ഈ കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസം പോലും അർജുൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ വാഹനം ഓണായിരുന്നു എന്നുള്ള ഭാരത് കമ്പനിയുടെ അറിയിപ്പ് വരുന്നു. ഇത്തരമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ കരഭാഗത്ത് തന്നെയാണ് വാഹനം ഉണ്ടാവുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ശേഷിക്കുന്ന മണ്ണ് കൂടി മാറ്റിക്കൊണ്ട് കരഭാഗത്തുള്ള പരിശോധന പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പുഴയിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് അവിടെ എത്തിയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പലരും പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതുവരെ 90% മണ്ണ് നീക്കുമ്പോഴും അവിടെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ കൂടെ സഹായത്തോടെ വിശദമായിട്ടുള്ള പരിശോധന പുഴയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പുഴയിലെ മണ്ണിലേക്ക് താഴ്ഭാഗത്തേക്ക് എങ്ങാനും ഈ വാഹനം പതിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറങ്ങുകയും പിന്നീട് നീക്കം ചെയ്ത മണ്ണ് പോലും ആ പുഴയുടെ മുകളിലേക്ക് ഇടുകയും ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടോ, അതില്ലെങ്കിൽ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി വിശദമായിക്കൊണ്ട് പരിശോധിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും ആശങ്കയോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടും കൂടെ കുടുംബം കാത്തിരിക്കുകയാണ്. കർണാടിക്കൽ ഗ്രാമം കാത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും അർജുനെ നല്ല ആരോഗ്യവാനായിക്കൊണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രത്യാശയിലാണ് ടി കെ. ലോറി പുഴയിൽ പതിച്ചു എന്നുള്ള സാധ്യതയും തള്ളാതെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. NDRF-ഉം നാവികസേനയും പുഴയിലുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അതിശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കട്ടെ, തെരച്ചിൽ മുന്നോട്ട് പോകട്ടെ. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ സൈന്യം ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. 15 മീറ്റർ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മെറ്റൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കുന്നുണ്ട്. പ്രതീക്ഷ കൈവിടുന്നില്ല കുടുംബം. അപ്പോഴും അവർ പറയുന്നത് ഈ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. രക്ഷാദൗത്യം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അപ്പോഴും പല സാധ്യതകൾ, പല ഏരിയയിൽ നിന്നുള്ള തെരച്ചിൽ ഒക്കെ ഇപ്പോഴും ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ലോറി പുഴയിൽ പതിക്കാനുള്ളൊരു സാധ്യത അതും തള്ളുന്നില്ല. പുഴയിലുള്ള തെരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നും പുഴയിൽ തെരച്ചിൽ തുടരുന്ന നിലയുണ്ടാകുമോ? ഇന്നും പുഴയിൽ തെരച്ചിൽ തുടരാനാണ് സാധ്യത. റിജിത്ത്, ഈ പുഴ കേന്ദ്രീകരിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന തെരച്ചിൽ അത്രത്തോളം ദുഷ്കരമാണ്. നമുക്ക് ആ പുഴയുടെ ദൃശ്യങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കുത്തൊഴുക്കുണ്ട്. അത് മാത്രമല്ല, ഈ പകുതിയോളം മണ്ണ് വന്ന് അടിഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചിരുന്നത് ആ മല ഇടിഞ്ഞ് പുഴയിലേക്ക് വീണപ്പോൾ ആ പുഴയുടെ ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ പ്രദേശത്തുണ്ടായി. അങ്ങനെ അതിനെ മറുകരയിലുള്ള വീടുകൾ ഉൾപ്പെടെ ഈ പുഴയിൽ ഒലിച്ചുപോയി. നമുക്ക് ആ അപകടം നടന്ന സ്ഥലത്ത് പോയി അതിന്റെ മറുകരയിലേക്ക് നോക്കിയാൽ മാത്രമാണ് അതിന്റെ ഒരു ഭീകരാവസ്ഥ, അതായത് ഈ മറുകരയിലെ കൂടി ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്രത്തോളം മണ്ണ് ഈ പുഴയിലേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ മണ്ണിൽ പരിശോധന നടത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് നിലവിൽ. എന്തായാലും ഈ നാവികസേന അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പരമാവധി സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. മുൻപ് ഈ കുറച്ച് അകലെയായി, അതായത് ഈ പുഴയിൽ വീണ വാഹനങ്ങളൊക്കെ പുഴയിൽ നിന്ന് കുറച്ച് ദൂരെ ഒലിച്ചുപോയിട്ടോ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ടാങ്കർ ലോറിയും അതുപോലെ തന്നെ മൃതദേഹങ്ങളും ഒക്കെ കണ്ടെത്തി എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരയുന്ന ആ വാഹനം ഈ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടോ, ഈ പുഴയിൽ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നത് കർണാടക സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഇന്നലെ ഇവിടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു സംശയം പറഞ്ഞതാണ്. അവർ അത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ആർമിയെയും NDRF-നെയും അതുപോലെ തന്നെയുള്ള ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരെയും സംബന്ധിച്ച് അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കർവിനുള്ളിൽ, ഒരു ഷേപ്പിലാണ് ആ മലയ്ക്ക് അരികത്ത് കൂടി പോയി ഈ റോഡിലേക്ക് തന്നെ, അതായത് ഈ മംഗലാപുരം ദേശീയപാതയിൽ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഭാഗമുള്ളത്, ആ ഒരു പ്രദേശമുള്ളത്. അവിടെയാണ് ഈ വാഹനം നിർത്തി ആ വാഹനം കഴുകുന്നതിനും അതുപോലെ തന്നെ ഈ കുളിക്കുന്നതിനുമൊക്കെയുള്ള ആ സൗകര്യമുള്ളത്. അപ്പോൾ ആ പ്രദേശത്ത് ഈ വാഹനം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ളത്. ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ദുഷ്കരമായ പ്രവൃത്തി.
ആദ്യഘട്ടത്തിലൊക്കെ മണ്ണ് മാത്രമാണ്, വലിയ പാറക്കല്ലുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന ഒരു ആശ്വാസം പങ്കുവച്ചിരുന്നു. പക്ഷേ മണ്ണ് നീക്കം ചെയ്ത് അത് പകുതിയായപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. അതിനിടയിൽ ഈ മലയിൽ നിന്ന് വലിയ വലിയ പാറക്കല്ലുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ആ പാറക്കല്ലുകളൊക്കെ നീക്കം ചെയ്യണം. അതിനുള്ള ഡ്രില്ലിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ 2 ദിവസമായി നടന്നു വന്നിരുന്നു. ഇതിപ്പോൾ രാവിലെ 6 മണി മുതൽ ഈ പ്രവൃത്തി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് അവിടെ ഇന്നലെ രാത്രി ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പ്രതികൂലമായ കാലാവസ്ഥയില്ല, അനുകൂലമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രദേശത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ മഴയും ശക്തമായ കാറ്റുമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ ഇന്ന് വീണ്ടും ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല വിഷമകരമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കർവിലുള്ള ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഈ മണ്ണ് മറ്റ് മലയിൽ നിന്ന് വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരു അപകടത്തിലേക്ക് നയിക്കാതെ എങ്ങനെയാണ് ഈ വാഹനം അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്തെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ പരിഗണന നൽകുന്നത്. പക്ഷേ ഇനി വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാതിരിക്കാനും നോക്കണം. അതുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിൽ തെരച്ചിൽ നടത്തുന്നില്ല എന്നത് വലിയ രീതിയിലുള്ളൊരു പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് കർണാടക സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തണം, വാഹനം കണ്ടെത്തണം എന്നുള്ള ആവശ്യമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും സമ്മർദ്ദമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഈ അപകടങ്ങൾ ഉണ്ടാവും, ആ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയാൽ ഏതെങ്കിലും രീതിയിൽ മണ്ണിടിയാനോ ഒരു ജീവൻ കൂടി അതിനിടയിൽ പെടാനോ ഒരു സാധ്യത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരികെ